വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ദക്ഷയാഗം, പിന്നീട് ധ്രുവചരിതം, മൂന്നാമത് പൃഥുചരിത്രം, നാലാമത് പുരഞ്ജനോപാഖ്യാനം. നാലാമത്തെ കഥയിൽ ഒരു അധ്യായം കൂടി നമുക്ക് വായിക്കാനുണ്ട്. അപ്പോൾ ഈ 4 കഥകൾ എന്തിനെ കാണിക്കണമെന്നറിയോ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങളെ കാണിക്കുന്നതാണ് 4 കഥകൾ. ചോദന ലക്ഷണാർത്ഥോ ധർമ്മ, നന്മയിലേക്ക് നയിക്കുന്ന എന്തെന്നുണ്ടോ അതിൻ്റെ പേരാണ് ധർമ്മം. അപ്പോൾ നമുക്കൊക്കെ വേണ്ടത് എന്താണ്? നന്മ വേണം അല്ലേ? അതിനെന്ത് വേണം? ധർമ്മം ചര, സത്യം വധ, പണ്ടേ ഉള്ള നിയമമാണ് നമുക്ക്. അപ്പോൾ എന്താണ് ധർമ്മം? അത് നമുക്ക് കാണിച്ചു തരികയാണ്. എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം. വെറുപ്പും വിദ്വേഷവും 2 നിലഭാവങ്ങളും ഇതെല്ലാം അധർമ്മം തന്നെയാണ്. അതിനെ കളഞ്ഞുകൊണ്ട് എല്ലാം ഒന്നായിട്ട് അദ്വൈതമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. അത് ഏറ്റവും നല്ല ധർമ്മം. ആ ധർമ്മത്തിനെ നമുക്കിവിടെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കേട്ടു, സ്വയംഭൂമനുവിനും ശതരൂപാദേവിക്കും 5 മക്കളുണ്ടായിരുന്നു എന്നാണ്. പ്രിയവ്രതൻ, ഉത്താനപാതൻ 2 ആൺകുട്ടികളും, ആകൂതി, ദേവഭൂതി, പ്രസൂതി 3 പെൺകുട്ടികളും. അതിൽ മധ്യമബുദ്ധിയായിരിക്കുന്ന ദേവഭൂതിയാണ് കർദമ പ്രജാപതി വിവാഹം കഴിച്ചു. അതിലാണ് കപിലൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചുകൊണ്ട് തൻ്റെ അമ്മയ്ക്ക് ഉപദേശം കൊടുത്തതൊക്കെ നമ്മൾ നേരത്തെ അനുസ്മരിച്ചു അല്ലേ? ഇനി ആകൂതി, പ്രസൂതി 2 പെൺകുട്ടികളുടെ കഥയാണ് ഇവിടെ പറയുക. അപ്പോൾ ആദ്യം തന്നെ ആകൂതിയെ രുചി പ്രജാപതിക്കായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ യജ്ഞസ്വരൂപിയായിട്ട് ഭഗവാൻ അവതരിച്ചു. ദക്ഷിണ എന്ന പേരിൽ മഹാലക്ഷ്മിയും അവതരിച്ചു. അതിൽ പ്രദോഷമുള്ളായിട്ടുള്ള 12 മക്കളുണ്ടായി എന്ന് പറയുകയാണ്. പിന്നീട് ആ പ്രസൂതിയെ ദക്ഷിണ വിവാഹം കഴിച്ചു കൊടുത്തു. ആ ദക്ഷിണ 16 കന്യകമാരുണ്ടായിരുന്നാണ്, 16 പെൺകുട്ടികൾ. അതിൽ 13 പേരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. ഒരാളെ പിതൃക്കൾക്കും, ഒരാളെ അഗ്നിക്കും, ഒരാളെ മഹാദേവനും. ഇങ്ങനെ 16 കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ്. അതിന് ധർമ്മദേവന് മൂർത്തി എന്ന പത്നിയിലാണ് നരനാരായണ മൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ്, വംശത്തിനെ പറയുമ്പോഴാണ് മഹാദേവന് സതീദേവിയിൽ പുത്രന്മാരുണ്ടായില്ല എന്ന് മാത്രമല്ല സതി ദേഹത്യാഗം ചെയ്തു എന്ന് ഇങ്ങനെ ചുരുക്കിയിട്ട് പറഞ്ഞപ്പോൾ വിതുരന് അത് കേട്ടത് വലിയ വിഷമം തോന്നി. കാരണം ആരോട് കൂടിയാണ് സതി ചേർന്നത്? മഹാദേവനോട് കൂടിയാണ്. പരമശിവനോട് കൂടി ചേർന്ന ഒരാൾക്ക് നാശം വരാൻ പാടുണ്ടോ? വരുന്നാണ് ഭാഗവതം പറയാം. ആരോട് കൂടിയാലും നമ്മുടെ മനസ്സ് എത്രമാത്രം വിഷയങ്ങളിലേക്ക് പോകണോ അത് നമുക്ക് നാശമാണ്. അപ്പോൾ ആരാണ് മഹാദേവൻ? കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം. ഭാഗവതം പറയണു ആത്മാരാമനായിട്ടുള്ള ആളാണ് മഹാദേവൻ. അത് മാത്രമല്ല നിർവൈരം ശാന്തവിഗ്രഹം, ആരോടും ദേഷ്യമില്ലാത്ത, വൈരഭാവമില്ലാത്ത മഹാദേവന് തൻ്റെ മകളായിരിക്കുന്ന സതിയെ ദക്ഷൻ വിവാഹം കഴിച്ചു കൊടുത്തു. ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടായത്. എന്തിനെ കൊടുത്തതെന്ന് വെച്ചാൽ ദക്ഷൻ ബ്രഹ്മദേവൻ്റെ പുത്രനാണ്. ആ ദക്ഷന് ഒരല്പം അഹങ്കാരം, കർമ്മദക്ഷത, ഞാൻ കേവനാണെന്നൊരു ഭാവം ഉണ്ടായിരുന്നു അത്ര. അത് പോകണമെങ്കിൽ എന്ത് വേണം? നല്ല സത്സംഗം നേടണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, തനിക്കുണ്ടായതായിരിക്കുന്ന പുത്രിയെ സതിയെ കൊടുത്തോളൂ മഹാദേവന്. മഹാദേവനുമായിട്ടുള്ള ആ സംയോഗം കൊണ്ട് നിൻ്റെ ഉള്ളിലെ അഹങ്കാരമൊക്കെ പോയി നീ നേരെയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ നേരെ തിരിച്ചാണ് ഉണ്ടായതെന്നാണ്. കാരണം എന്താ? മഹാദേവനോടൊരു ദേഷ്യം അദ്ദേഹത്തിന്. എന്താണെന്ന് വെച്ചാൽ മഹാദേവൻ്റെ രൂപവും ഭാവമൊന്നും അദ്ദേഹത്തിന് അത്ര പിടിക്കണമൊന്നുമില്ല. ജടാമുടി കെട്ടിവെച്ചേക്കണോ, പാമ്പാണ്, തലയിലും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ പാമ്പാണ്. ശൂലം കടുപ്പുടിയൊക്കെ ആയിട്ട് നടക്കണു. അങ്ങനെ രക്തം വെട്ടിട്ട് വീഴുന്ന ഉൾത്തോലും ആനത്തോളം കൊടുത്തിരിക്കണു. അതേപോലെ തന്നെയാണ് രുദ്രാക്ഷമാലകൾ, ചുടലഭസ്മാണ് തല വഴി വാരിയിട്ടുകൊണ്ട്. ചുടലക്കാട്ടിലാണ് ആ നൃത്തം. അത് നല്ല നൃത്തമൊക്കെ ആവാം, ഭരതനാട്യമോ കുച്ചിപ്പുടിയൊക്കെ ആവായിരുന്നു. ഇത് താണ്ഡവമാണ്. ലോകം കിട്ടുകട വരയ്ക്കണ മാതിരിയുള്ള നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചികൾ ഇതൊക്കെയാണ് കൂട്ടുകാർ. അത് കൂടാതെ കണ്ട് ഒരു അസ്ഥിമാലയും ഒരു തലയോട്ടിമാലയും കഴുത്തിലിട്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടാൽ എന്തൊരു കോല മഹാദേവൻ്റെ അല്ലേ? ഇത് കണ്ടിട്ട് ഇതെല്ലാം പറയാൻ തുടങ്ങിയെന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഭഗവാന്റെ ഗുണങ്ങളാണ്. ഇതൊക്കെ മഹാദേവൻ്റെ ഗുണങ്ങൾ തന്നെയാണ്. പക്ഷേ അതെവിടെ വെച്ചാൽ പറഞ്ഞത്? നല്ലൊരു സഭയിൽ വെച്ചിട്ടാണ്. എല്ലാവരും ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ഒരു സഭയിൽ വെച്ചിട്ട് തൻ്റെ പുത്രിയുടെ ഭർത്താവ്, അത് മാത്രം നോക്കണ്ട, ആരാണ്
ഈശ്വരഭാവത്തിനെ മറന്നുകൊണ്ട് നിത്യ സത്യമായിരിക്കുന്ന ആ ചൈതന്യത്തിനെ മറന്നുകൊണ്ട് തൻ്റേതായിട്ടുള്ള അഹങ്കാരം പുറത്തേക്കെടുത്തു. മഹാദേവൻ അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി. പക്ഷേ രുദ്രപാർഷകന്മാർ വെറുതെ ഇരുന്നില്ല. അവർ ശപിച്ചു, നിന്റെ തലയൊക്കെ പൊട്ടിത്തെറിച്ച് പോട്ടെ എന്നുള്ള മട്ടിൽ അവരും നല്ല ശാപങ്ങൾ ഇങ്ങടും ശപിച്ചു. അത്ര വെറുതെ ഇരുന്നില്ല. രുദ്രന് യജ്ഞഭാഗം കിട്ടാണ്ടേ ആവട്ടെ, നല്ല മംഗളം നടക്കേണ്ടടുത്ത് അങ്ങടും ഇങ്ങടും ശാപവാക്കുകളെ കൊണ്ട് നിറഞ്ഞു എന്നാണ്. അതാണ് ഈശ്വരാധീനം ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അല്ലേ. അഹങ്കാരം നമ്മളെ എത്രമാത്രം നാശത്തിലേക്ക് കൊണ്ടുപോകും ഒരാളെ എന്ന് ഭാഗവതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാം. അങ്ങനെ അതുകൊണ്ടും തീർന്നില്ല എന്നാണ്. വീണ്ടും ഈ സതി ആരാന്നറിയോ? സതി സാവിത്രിയാണ്, ഗായത്രിയാണ്, സാക്ഷാൽ ജഗദംബിയുടെ അവതാരമാണ്. എന്നിട്ടും ആ ദേവി എന്ത് ചെയ്തു? മഹാദേവനെ തന്നെ ഭജിച്ചുകൊണ്ട് സദാ കൈലാസത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. മഹാദേവനെ എപ്പോഴും പൂജിക്കുക, മഹാദേവനെ പ്രദക്ഷിണം വയ്ക്കുക, മഹാദേവൻ്റെ തിരുമുഖന്ന് സദാസമയത്തും രാമായണവും ഭാഗവതവും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതെല്ലാം കേട്ടുകൊണ്ട് ആനന്ദത്തോടു കൂടിയിരിക്കുന്ന സതീദേവിക്ക് ഒരു ദിവസം ഈ ദക്ഷൻ എന്ത് ചെയ്യുമെന്നറിയോ? ആ മഹാദേവനെ നിന്ദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ബൃഹസ്പതി ശവം വാജപേയമുള്ള യാഗങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചു. ലോകം മുഴുവനും ക്ഷണിച്ചു. ക്ഷണിക്കാത്ത ഒരിടെ ഉണ്ടായുള്ളൂ, കൈലാസം മാത്രം. മഹാദേവനെ നിന്ദിച്ചുകൊണ്ട് ഏതൊരു കർമ്മം ചെയ്താലും അതിന് ഫലം ഉണ്ടാവില്ല എന്നാണ്. ഏത് കർമ്മം ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും മഹാദേവനെ സ്മരിക്കണം എന്നാണ്. കാരണം ഏത് കർമ്മത്തിനും ശുദ്ധി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിന് മഹാദേവൻ വേണം അല്ലേ. ഈ ആടിൻ്റെ വൃക്ഷം, ഈ ആട് നോക്കിക്കോളൂ. ആടിൻ്റെ തലയില്ലാന്ന് വെച്ചാൽ പിന്നെ ആട് നിർത്തുന്നതിൽ കഥയില്ല. എൻ്റെ തല മഹാദേവനാണ് അല്ലേ. ഒരു ദർഭപുല്ല് എടുത്താൽ ആ ദർഭപുല്ലിന് തലയില്ലാന്ന് വരട്ടെ, അതൊരു കർമ്മത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ തല ആരാണ്? അത് മഹാദേവനാണ്. ഇങ്ങനെ ഏത് നോക്കിയാലും ഒരു വിളക്കിൻ്റെ നാരായ എടുത്താൽ അതിൻ്റെ മുൾഭാഗം ആരാണ്? അത് മഹാദേവനാണ്. ഇങ്ങനെ ഏതെടുത്താലും ഒക്കെയും മഹാദേവൻ ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ടാണ്. ആ മഹാദേവനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ദക്ഷൻ മഹാദേവനെ മാത്രം ക്ഷണിച്ചില്ല, ലോകം മുഴുവനും ക്ഷണിച്ചു അത്ര. അപ്പോഴാണ് 15 സഹോദരിമാരും ആകാശത്തിൽ കൂടി പോകുമ്പോഴാണ് സതീദേവി മഹാദേവനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഹോദരിമാർ വെറുതെ ഒന്ന് ചോദിച്ചു, സതി അച്ഛൻ നടത്തുന്ന യാഗം നീ അറിഞ്ഞില്ലേ, നീ വരുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായുള്ളൂ. അതോടുകൂടി മനസ്സെവിടെ പോയി? ഇതാണ് സ്ത്രീഭാവം എന്ന് ഭാഗവതം കാണിച്ചു തരാം. മനസ്സിന് ചാഞ്ചല്യം വരിക. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണ്ടേ? മഹാദേവന് ഉറച്ചു നിൽക്കാതെ കണ്ട് സതിയുടെ മനസ്സ് പെട്ടെന്ന് മാറിയെന്നാണ്. കാരണം സഹോദരങ്ങളൊക്കെ പോകുമ്പോൾ അച്ഛൻ നടത്തുന്ന യാഗത്തിലേക്ക് അതിലേക്ക് പോവല്ലേ എന്ന് തോന്നി. കൈലാസം എന്ന് പറഞ്ഞാൽ തന്നെ ലയമാണ്. അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അത്രയും മഹാദേവനെ ധ്യാനിച്ചു കൊണ്ടിരിക്കേണ്ടതിന് പകരം ആ മനസ്സ് എന്തായി? പതുക്കെ ഒന്ന് മാറിയെന്നാണ്. എപ്പോൾ മനസ്സ് നമ്മൾ ഈശ്വരനിൽ നിന്ന് മാറിയോ അപ്പം നമുക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. എപ്പോൾ മനസ്സ് ഭഗവാന്റെ അടുത്തിരിക്കണോ അത്രയും നമുക്ക് മനസ്സിന് ശാന്തി ഉണ്ടാകുമെന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ സതി ഭഗവാന്റെ പത്നീഭാവത്തിലിരിക്കുമ്പോഴും ആ സതിയുടെ മനസ്സിന് ഇളക്കം വന്നു എന്ന് മാത്രമല്ല ബന്ധുസ്നേഹം വന്നു അത്ര. അതോടുകൂടി ചെന്ന് പോയിച്ചു. ഇത്ര നേരം മഹാദേവനെ, തൻ്റെ ഭർത്താവിനെ, തൻ്റെ പതിയെ, തൻ്റെ പാതിയെ നിന്ദിച്ച ആളല്ലേ ദക്ഷൻ. അച്ഛനാണെങ്കിൽ കൂടി തൻ്റെ ഭർത്താവിനെ കഴിഞ്ഞ് മറ്റൊരാളുണ്ടോ? അതിനെ നിന്ദിച്ചിട്ടും എന്ത് ചെയ്തു? ആ നിന്ദിച്ചതായിരിക്കുന്ന അച്ഛൻ്റെ അടുത്തും ബന്ധുക്കളുടെ അടുത്തേക്കും പോകാൻ സതിക്ക് മോഹം വന്നു എന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഒരാളുടെ മനസ്സ് പോണ വഴികളാണ് ഭാഗവതം കാണിച്ചു തരുന്നത്. നമ്മളെ കുടുംബത്തിനെ മുഴുവനും നമുക്ക് വേണ്ടപ്പെട്ടവരെ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെയൊക്കെ നിന്ദിച്ച ഒരാളോട് നമുക്ക് കൂടാൻ പറ്റും എപ്പോഴെങ്കിലും? നമ്മുടെ മനസ്സോട് കൂടില്ല അല്ലേ. ഇതൊക്കെ ഭാഗവതം നമുക്ക് ജീവിതം കാണിച്ചു തരികയാണ്. ആ സതീദേവിക്ക് ആ ഒരു മോഹം വന്നു എന്നാണ്. വേഗം മഹാദേവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മഹാദേവ ഒന്ന് പോയിട്ട് വരികയല്ലേ, അവിടെ അച്ഛൻ നടക്കണ യാഗമല്ലേ, അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ, ഗുരുനാഥൻ്റെ അടുത്ത് പോകാൻ, ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ, 3 അടുത്തേക്ക് പോകാനായിട്ട് ആ അനുവാദം വേണ്ടാന്ന്. ക്ഷണിക്കാണ്ട് കയറി ചെല്ലാം. വേറെ എവിടെ ചെല്ലണമെങ്കിലും എന്ത് വേണം? ക്ഷണിക്കാണ്ട് മറ്റൊരു കുടുംബത്തിൽ കയറി പോകാൻ പാടില്ല എന്നാണ്. ഈ 3 അടുത്ത് മാത്രം ക്ഷണിക്കാണ്ട് കയറി ചെല്ലാം. ഈ ന്യായങ്ങളൊക്കെ ആ സതീദേവി മഹാദേവനോട് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ
പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് മഹാദേവൻ ശോഭനെ എന്നാണ് വിളിച്ചത്. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ നീ നല്ല ശോഭയുള്ളവളാണ്. നിനക്കിപ്പോൾ എന്ത് വന്നു? മനസ്സിൽ അച്ഛനെന്നും ബന്ധുക്കളെന്നും അതുപോലെ അവിടെ നടക്കുന്ന യാഗങ്ങളെക്കുറിച്ച് നിനക്ക് ചിന്ത വന്നു. ഇനി നിൻ്റെ മനസ്സ് മുഴുവനും അവിടെയായിരിക്കും. എൻ്റെ കൂടെ നിന്നാലും മനസ്സ് എവിടെയായിരിക്കും? അവിടേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നിൻ്റെ അച്ഛന് എല്ലാ ഗുണങ്ങളുമുണ്ട്, പക്ഷേ അഹങ്കാരം അതിനെല്ലാം മറച്ചു കളയുന്നു. എന്തെല്ലാം യോഗ്യതകളുണ്ടെങ്കിലും അഹങ്കാരം വന്നാൽ തീർന്നില്ലേ? അതൊരു മല പോലെ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ നിൻ്റെ അച്ഛന് ശത്രുത്വം വച്ചുകൊണ്ടിരിക്കണം മനസ്സുകൊണ്ട്. അത് മാത്രമല്ല, നീ അവിടെ പോയാൽ എന്തുണ്ടാവും? സ്നേഹിക്കുന്നവരിൽ നിന്ന് അപമാനം ഏൽക്കേണ്ടി വന്നാൽ അത് മരണത്തിന് വരെ കാരണമാകും. അതുകൊണ്ട് പോവാതിരിക്കുകയാണ് ഭേദം എന്നുള്ള മട്ടിൽ മഹാദേവൻ പറഞ്ഞു വെച്ചു. കാരണം സതിയുടെ മനസ്സിൽ ആ അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നതോടുകൂടി തൻ്റെ രൂപം മറന്നുപോയി എന്ന് മഹാദേവന് മനസ്സിലായി. എപ്പോൾ ഭഗവാനെ മാറ്റി നിർത്തിയോ ആ നിമിഷം ഭഗവാൻ കൈവിടുന്നതാണ്. അതാണ് ഭഗവാന്റെ സ്വരൂപം. ഭഗവാൻ എപ്പോൾ മറക്കണോ പിന്നെ ഭഗവാൻ നമ്മളെ കൈവരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നൈരന്തര്യം വേണം. ഈശ്വരങ്കിലേക്ക് മനസ്സങ്ങനെ ഒഴുകി എത്തണം എന്നാണ് സദാസമയത്തും. അതിന് മുറിവ് വന്നാൽ പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ ചില്ല് കൊട്ടാരം പോലെയാണ്. ചില്ല് പോലെ എന്ന് പറയും. ചില്ലുപാത്രം വീണുടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടല്ലേ? മരത്തിൻ്റെയൊക്കെ ആണെങ്കിൽ കൂട്ടി യോജിപ്പിക്കാം, ചില്ലിൻ്റെ അങ്ങനെ പറ്റില്ല. അതേപോലെയാണ് ഈശ്വരനുമായിട്ട് നമുക്കുള്ള ബന്ധം. എപ്പം ഇങ്ങനെ അതിനൊരു മുറിവ് വന്നോ പിന്നെ അത് കൂട്ടി അണക്കൽ അത്ര എളുപ്പമൊന്നല്ല എന്നർത്ഥം. അത്രയും കഷ്ടപ്പാടുണ്ട്. ഇവിടെ സതീദേവി മഹാദേവൻ പറഞ്ഞു, അതുകൊണ്ട് മരണമായ കൽപ്പതയെ മരണ ദുഃഖം വരെ അനുഭവിക്കേണ്ടതായിട്ട് വരും. വേണമെങ്കിൽ പോവാതിരിക്കേ. ഭഗവാൻ അറിയാം സതീദേവി പോവും. വേഗം അദ്ദേഹം കണ്ണടിച്ചിരുന്നു. സതീദേവി പല പ്രാവശ്യം ചെന്നു അത്ര മഹാദേവാന്ന് ശൃംഗാരഭാവത്തിൽ അങ്ങോട്ട് ചെല്ലും. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെയുണ്ട് ഒരു ഭർത്താവ്. അച്ഛൻ്റെ അടുത്തേക്ക് വിടാത്ത കുടുംബത്തിലേക്ക് വിടാതെ കൊണ്ട് ദഹിപ്പിക്കണം. മാതിരി പ്രത്യക്ഷതീവൈക്ഷതജാതവേ വധു ഇവിടെ പറയാം. വല്ലാതെ കൊണ്ട് ദഹിപ്പിക്കണം മാതിരി മഹാദേവനെ അങ്ങോട്ട് നോക്കിയെന്നാണ്. ചുണ്ടൊക്കെ അങ്ങോട്ട് കടിച്ച് കണ്ണൊക്കെ മിഴിച്ച് ഇങ്ങനെ ഒരു ഭർത്താവുണ്ടോ? തന്നെ കുടുംബത്തിലേക്ക് വിടാത്തൊരു സാധനം എന്നുള്ള മട്ടിലാണ് നോക്കേണ്ടത്. എന്താണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത്? അത് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഭാഗവതം നമ്മളോട് പറയാം. ഒരാളോട് നമ്മൾ ഹൈ പറയുകയാണെന്നിട്ട് അയാൾ നമ്മളെ കാണുമ്പോൾ ഹൈ പറയും അല്ലേ? ഒരു പുഞ്ചിരി കൊടുത്താൽ മതി ഒരാൾക്ക്, അയാൾ നല്ലത് ഇങ്ങോട്ട് തരും. ഒരാളെ വഴക്ക് പറഞ്ഞാലോ എന്തുണ്ടാവും? അയാൾ അത് തന്നെ നമ്മളോട് പറയാം അല്ലേ? അപ്പോൾ ഈശ്വരനോട് നമ്മൾ എന്ത് കൊടുക്കണം? അപ്പോൾ എപ്പോഴും ഭഗവാനോട് നന്മ മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തലയ്ക്ക് ഒഴിഞ്ഞിടുക. എൻ്റെ ദുരിതങ്ങളൊക്കെ അങ്ങോട്ട് ഇരുന്നോട്ടെ. ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട് ദുരിതം അങ്ങോട്ട് കൊടുത്താൽ ഭഗവാൻ പിന്നെ എന്താ അങ്ങോട്ട് തരിക? എന്നാൽ പഞ്ചാര പായസം കൊണ്ടോ കൂട്ടോ എന്ന് പറയുമോ? അതൊന്നും തരില്ല. അങ്ങോട്ട് കൊടുത്ത് തന്നെ ഇങ്ങോട്ട് തരാൻ പാടുള്ളൂ അല്ലേ? ഇതൊക്കെ നമ്മളുണ്ടാക്കിയ ഓരോ ചിട്ടകളാണ്. ഇതിനൊന്നും പ്രമാണമൊന്നുമില്ല. ഒരു രൂപ ഇങ്ങനെ തലയ്ക്ക് ഒഴിഞ്ഞ ആസനം വരെ ഒഴിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങോട്ട് കിട്ടുന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ദുരിതം തീർന്നാൽ നമ്മൾ ആരായിരുന്നു അല്ലേ? എത്ര രൂപ നമ്മൾ കണ്ണാടത്തി കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് വല്ല ഗുണം കിട്ടിയോ? അവിടെയും ഗുണമില്ല, ഇവിടെയും ഗുണമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും കൊടുക്കരുതാണ്. ഭഗവാൻ എപ്പോഴും എന്തേ വേണ്ടു? നല്ലത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ പഞ്ചാരപ്പായസവും ഇതേപോലുള്ള മധുരമൊക്കെ ഭഗവാന് കൊടുക്കുന്നത്. എന്താണെന്നറിയോ? നല്ലത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഭഗവാൻ അത് നല്ലത് ഇങ്ങോട്ട് തരും അല്ലേ? കൈപ്പയ്ക്കൻ ഉണ്ടാക്കി നേരിച്ച് അങ്ങോട്ട് കൊടുത്താൽ എന്തായിരിക്കും? നല്ല കഷായം നേരിച്ചോളൂ കണ്ണന് എന്ന് പറഞ്ഞ് കൊടുത്താൽ കണ്ണൻ നമ്മളെ കഷായം കുടിപ്പിക്കാണ്ടിരിക്കില്ല എന്നാണ്. അപ്പോൾ എന്തേ അങ്ങോട്ട് കൊടുക്കണം? നമ്മുടെ കുട്ടികളോട് പോലും അല്ലേ? ഒരു കൊച്ചു കുട്ടിയോട് പോലും നീ നിങ്ങളുടെ വാങ്ങി പറഞ്ഞ് വിളിച്ചാൽ അവന് ഓടി വരും. അവനോട് ദേഷ്യപ്പെട്ട് വിളിച്ചാലോ അവൻ നീ പോടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും അല്ലേ? നമ്മളെങ്ങനെ പ്രതികരിക്കണോ അതിനനുസരിച്ചാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. ഇവിടെ മഹാദേവനെ ദഹിപ്പിക്കണം മാതിരി നോക്കിയപ്പോൾ ആ നോട്ടം ആർക്കാ ദഹിക്കാൻ പോണത്? സതിക്ക് തന്നെ തൻ്റെ ശരീരം ദഹിപ്പിക്കേണ്ടി വന്നു എന്നാണ് ഇവിടെ ഭാഗവതം നമ്മളോട് പറയണത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ? അല്ലാണ്ട് മറ്റേയാൾ കാരണമല്ല. നമ്മളൊക്കെ പറയാം എൻ്റെ രാഹു അവിടെ നിൽക്കണു, ശനി ഇവിടെ നിൽക്കണു, വ്യാഴം ഇവിടെ നിൽക്കണു, വെള്ളി ഇവിടെ ഇരിക്കണു, ഞായർ ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കണു എന്നൊക്കെ പറയും. 2, 3, 5, 10 എന്നൊക്കെ പറയില്ലേ? ഇങ്ങനെയൊക്കെ പറയണതാണെന്ന് വിചാരിച്ചു നമ്മൾ. ഭാഗവതം പറഞ്ഞു അതൊന്നുമല്ല. അവരെവിടെ വേണമെങ്കിലും നിന്നോട്ടെ, നമ്മുടെ കർമ്മം നേരെയാണോ നമുക്ക് എന്ത് കിട്ടും? ആ കർമ്മത്തിനനുസരിച്ചുള്ള ഫലമാണ് നമുക്ക് കിട്ടുകയെന്നാണ്. എന്തായാലും സതീദേവി രണ്ടാമതൊന്നും ആലോചിച്ചില്ല എന്നാണ്. ഇവിടെയാണ് ദാമ്പത്യ ലംഘനം എന്ന പേര്. ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യയെ അംഗീകരിക്കണം. ഈ 2 കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ കുടുംബ ജീവിതത്തിൽ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവില്ല എന്നാണ്. പലയിടത്തും ഉള്ള അവസ്ഥ എന്താണെന്നറിയോ? ഭർത്താവിനെ അനുസരിക്കാമെന്നൊരു സംഗതിയില്ല, ഭാര്യയെ അംഗീകരിക്കുകയോ അതുമില്ല എന്നാണ്. ഇത് രണ്ടും ഇല്ലാത്തടത്ത് എങ്ങനെയാണ് ദാമ്പത്യം നേരെയാവുക അല്ലേ? അപ്പോൾ എന്തെല്ലാം ഉണ്ടായിട്ടും പ്രയോജനമില്ല എന്നാണ്. ഈ 2 കാര്യങ്ങൾക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവണം എന്ന് പറയുകയാണ്. ഇവിടെ മഹാദേവനായ
കയറി ആ കൊടയും തഴയും അതേപോലെ സൂര്യമഹയും വാദ്യമേളങ്ങളോടുകൂടി അതിഗംഭീരമായിരിക്കുന്ന ഒരു യാത്ര. ഇത് ഭാഗവതം നമ്മളോട് കാണിച്ചു തരിക. വീഴ്ച എല്ലാവരും അറിയും അല്ലേ? ഒരു മരം വളർന്നു വരുന്നത് ആരെങ്കിലും അറിയോ? നമ്മളൊരു മാവോ ഒരു തെങ്ങോ നട്ടു, അതിങ്ങനെ വലുതായി വരുന്നത് ആരും അറിയില്ല. പക്ഷെ അത് വീഴണതോ എല്ലാവരും അറിയും. നാട് മുഴുവൻ പറഞ്ഞു അവിടെ തെങ്ങ് വീണിട്ടൊക്കെ നശിച്ചു വരട്ടെ. നമ്മൾ പറയാറില്ലേ, വീഴ്ച വേഗം അറിയും. അത് ഗംഭീര ശബ്ദത്തോടു കൂടിയാണ് ഇവിടെയും നമുക്ക് കാണിച്ചു തരികയാണ്. സതീദേവി മഹാദേവനോട് കൂടി നിൽക്കുന്നത് ആരും പറഞ്ഞില്ല. പക്ഷെ സതീദേവിയുടെ ആ യാത്ര, ആ മരണം വരാൻ പോകുന്നു, അത് ഇവിടെ കാണിച്ചു തരിക. അതിഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയായിട്ട് മഹാദേവനെ നിന്ദിച്ചുകൊണ്ട് ആ ദേവിയുടെ യാത്രയാണ്. അവിടെ അങ്ങോട്ട് ചെന്നപ്പോൾ എന്താണെന്നറിയോ, ഒരാൾ പോലും കണ്ടഭാവം നടിച്ചിട്ടില്ല. ദക്ഷനെ പേടിച്ചിട്ട് ആരെങ്കിലും കണ്ടഭാവം നടിക്കണ്ടേ? സതിയെ ആരും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, സതീദേവി അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ, അരുദ്രഭാഗം തമവേക്ഷാധ്വരം പിത്താചദേവേ കൃതഹേളനം വിഭോ. എവിടെ നോക്കുമ്പോഴും മഹാദേവന്റെ തിരുനാമം ജപിക്കാവട്ടെ, മഹാദേവന് വേണ്ടി എന്തെങ്കിലും ഹോമിക്കാവട്ടെ, യാഗം ചെയ്യാവട്ടെ, പൂജ കഴിക്കാവട്ടെ, ഒന്നും കണ്ടില്ല എന്നാണ്. ശിവദൃശമാകുന്ന പുകപടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ട് അവിടെ കണ്ടു. ഇതങ്ങോട്ട് കണ്ടപ്പോൾ ദേവിക്ക് അപ്പോഴാണ് മഹാദേവന്റെ മഹിമ മനസ്സിലായത്. ഉള്ളിൽ തോന്നാൻ തുടങ്ങി, ഉള്ളിക്ക് വിഷമം വന്നു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. തന്നെ നിന്ദിച്ചു, തന്നെ കണ്ടഭാവം നടിക്കണില്ല ആരും. പക്ഷേ തൻ്റെ ഭർത്താവിനെ നിന്ദിക്കണം കണ്ടപ്പോൾ ആരാണ് തൻ്റെ മഹാദേവൻ? ലോകത്തിന് മുഴുവനും പ്രിയം മാത്രം ചെയ്യുന്നവനാണ് മഹാദേവൻ. അങ്ങനെയുള്ള ലോകത്തിൻ്റെ മുഴുവനും ദേവനായിരിക്കുന്ന ആ മഹാദേവനെ ഇങ്ങനെ നിന്ദിക്കണ്ടല്ലോ. ആ മനഃശുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലേ ഭഗവാൻ ഇങ്ങനെ ദ്വേഷിക്കുന്നത്, ഭഗവാന് പൂജ വയ്ക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നല്ലൊരു വേദിയിൽ അങ്ങോട്ട് കയറി നിന്നുകൊണ്ട് തൻ്റെ പീതാംബരപ്പെട്ടുകൊണ്ട് ശരീരമൊക്കെ മറച്ചു, മുഖം മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ ആ ദേവി പറയാൻ തുടങ്ങി, അറിയാതെ കണ്ടെങ്കിലും ശിവശിവ 2 അക്ഷരം മതി. ആ 2 അക്ഷരങ്ങളെ കൊണ്ട് തന്നെ എത്രയോ ജന്മത്തിലെ പാപങ്ങളുണ്ടോ ആ പാപങ്ങളെല്ലാം ഭസ്മമായി പോകും. ഇപ്പം നമശിവായ എന്ന് ജപിച്ചാലോ 5 അക്ഷരങ്ങളാണ് അല്ലേ? നമശിവായ എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചാക്ഷരം അല്ലേ? പഞ്ചാക്ഷരത്തിന് 5 ദോഷങ്ങളെ, 5 ഭയങ്ങളെ ഇല്ലാണ്ടാക്കാൻ പഞ്ചാക്ഷരത്തിന് കഴിവുണ്ട്. നകാരോ നരകഭയ. ആദ്യത്തെ അക്ഷരം എന്താണ്? മ എന്ന അക്ഷരം അല്ലേ? മകാരോ നരകഭയ. അടുത്ത അക്ഷരം എന്താണ്? മ അല്ലേ? മകാരോ മരണഭയ. മരണഭയത്തിന് ഇല്ലാണ്ടാക്കണു. 3ാമത്തെ അക്ഷരം എന്താണ്? ശികാരോ ശൈശവഭയ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അമ്മയുടെ ഉദരത്തിൽ കിടന്ന് എത്ര ദുരിതം അനുഭവിക്കണു. ഒരു മനുഷ്യക്കുട്ടി അത്ര ദുരിതം അനുഭവിക്കണമെങ്കിൽ മറ്റു മൃഗങ്ങളുടെ കഥ പറയാനുണ്ടോ? അപ്പോൾ ആ ദുഃഖമില്ലാതെ ഉണ്ടാക്കുന്നു. ശികാരോ ശൈശവഭയ. അടുത്ത അക്ഷരം എന്താണ്? വകാരോ വാർദ്ധക്യഭയ. ഭയം കൂടി വരുമ്പോൾ നമുക്ക് ഭയം വരുന്നില്ലേ, അത് ആ ഭയം ഇല്ലാണ്ടാവുന്നു. അവസാനത്തെ അക്ഷരമാണ് യകാരോ യമഭയ. കാലനെ പേടിയില്ലേ നമുക്ക്? എന്താ പേടിയില്ലാത്തതെന്നാണ്. 5 തരത്തിലുള്ള ഭയങ്ങളെ ഇല്ലാണ്ടാക്കുന്നു. നമശിവായ 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 ശങ്കര നമശിവായ പാർവതീശ പാപനാശന ഹരേ നമശിവായ 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 ശങ്കര നമശിവായ പാർവതീശ പാപനാശന ഹരേ. ആ നമശിവായ എന്ന മഹാമന്ത്രത്തിൻ്റെ മഹിമയൊക്കെ പറഞ്ഞു. ആരാണോ മഹാദേവനെ നിന്ദിക്കുന്നത് ആ നാവ് പോലും അരിഞ്ഞെടുക്കണം എന്നൊക്കെയാണ് സതീദേവി അവിടെ ഇരുന്ന് പറഞ്ഞു. എവിടെയാണ് ഭഗവാന്റെ മഹിമ പറയേണ്ടത്? ആ പറയേണ്ടടുത്തല്ല പറഞ്ഞത്. ദുഷ്ടന്മാരുടെ മുമ്പിൽ ചെന്ന് അസത്തുക്കളുടെ അടുത്ത് എന്നിട്ട് ശിവമാഹാത്മ്യം, ശിവനാമത്തിൻ്റെ മഹിമയൊക്കെ പാടി ഒരു സത്സംഗം നടത്താൻ ശ്രമിച്ചു. ആരും കേട്ട ഭാവം പോലും നടിച്ചില്ല. സതീദേവിക്ക് വിഷമായി. സതീദേവി തൻ്റെ പീതാംബരക്ക് വിട്ടുകൊണ്ട് ശരീരം മുഴുവനും മറച്ചുകൊണ്ട് തൻ്റെ യോഗാഗ്നിയിൽ മഹാദേവന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ആ ശരീരം ദഹിപ്പിച്ചു കളഞ്ഞു. ഇതങ്ങോട്ട് അറിഞ്ഞു മഹാദേവൻ. മഹാദേവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. തൻ്റെ ജടയിലെ 2 രോമം നിലത്തങ്ങോട്ട് അടിച്ചു വെച്ചാൽ ഗംഭീരനാഥോ വിസർജതാംഭുവി. 2 രോമം നിലത്തങ്ങോട്ട് അടിച്ചപ്പോഴേക്കും അതിഗംഭീരമായിരിക്കുന്ന ശബ്ദത്തോടുകൂടി ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ കിട്ടുക്കണേ വഹക്കണ മാതിരി 2 പ്രകൃതി ശക്തികൾ പുറത്തേക്ക് വന്നു. ഒന്ന് വീരഭദ്ര പെരുമാളും ഒന്ന് ഭദ്രകാളി ദേവിയും. താടനാച്ച സമുത്ഭൂതോ വീരഭദ്രോ മഹായശ തഥാ കാളി സമുൽപ്പന്ന ഭൂതകോടിഭിരാവൃത. കോടിക്കണക്കിന് ഭൂതഗണങ്ങളും എല്ലാം അതിൽ നിന്ന് ഞങ്ങളുടെ പുറത്തേക്ക് വരാൻ തുടങ്ങിയെന്നാണ്. അത്യുഗ്രമായിരിക്കുന്ന 1000കണക്കിന് കൈകൾ, 3 കണ്ണുകൾ, അതേപോലെ തന്നെ ആകാശത്തോളം വലിപ്പം, ഊർജ്ജരോമങ്ങൾ, അങ്ങനെ
ദംഷകളൊക്കെ കടിച്ചു പിടിച്ചിട്ടുണ്ട്. തലയോട്ടിമാലകളും വിവിധങ്ങളായിരിക്കുന്ന ആയുധങ്ങളും ഒക്കെ അണിഞ്ഞുകൊണ്ട് അതിഗംഭീരമായിരിക്കുന്ന 2 രൂപങ്ങൾ. തം കിം കരോമീതി ഗ്രന്ഥമാഹ ബദ്ധാഞ്ജലി ഭഗവാൻ ഭൂതനാഥ. മഹാദേവന്റെ മുമ്പിൽ ചെന്ന് 2 പേരും തൊഴുതു നിൽക്കുക. ഭദ്രകാളി ദേവിയും വീരഭദ്ര പെരുമാളും. എന്തേ ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞോളൂ എന്നാണ് പറയുമ്പോൾ ഭഗവാൻ ആ അന്തകാന്തകനായിരിക്കുന്ന ഭഗവാൻ ആ കാലനെ കുത്തിക്കൊടുത്തതായിരിക്കുന്ന ആ ശൂലങ്ങളുടെ കയ്യിൽ കൊടുത്തു. ദക്ഷം സയജ്ഞം ജഹിമൽഭണാനാം ത്വമഗ്രണീയ രുദ്രപടാംശകോമേ. ആ ദക്ഷനെ യാഗശാല സഹിതം വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞ ശൂലങ്ങളുടെ കൊടുത്തോടു കൂടി ഉദ്യമ്യശൂലം ജഗതന്തകാന്തകം സഭാദ്രവൽ ഭോക്ഷണ ഭൂഷണാംഘ്രീം. ആ ശൂലങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് മഹാദേവന്റെ തിരുനാമങ്ങൾ ഉറക്കണ വിളിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര. ലോകം മുഴുവൻ കിട്ടിക്കടയുടെ വിറയ്ക്കാൻ തുടങ്ങി. പൊടിപടലങ്ങളെ കൊണ്ട് ആകാശം കാണാണ്ടേ എന്നാണ്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഭൂതഗണങ്ങളോട് കൂടി ഒരു സമുദ്രം തിരയടിച്ച് വരികയാണോ എന്ന് തോന്നിയത്ര ആ ദക്ഷന്റെ യാഗശാലയിലേക്ക് അങ്ങോട്ട് അടിച്ചു കയറി. നിമിഷം നേരെ വേണ്ടി വന്നോളൂ. അതോടുകൂടി ആരൊക്കെയാണോ സതീദേവിയെ അപമാനിച്ചത്, ആരൊക്കെയാണോ മഹാദേവനെ അപമാനിച്ചത്, അവർക്കെല്ലാം കടുത്തതായിരിക്കുന്ന ശിക്ഷയെ കൊടുത്തു എന്ന് മാത്രമല്ല, ചിലവരുടെ പല്ല്, ചിലവരുടെ കണ്ണ് എല്ലാം അടിച്ച് പൊടിച്ചു മാത്രമല്ല, ആ ദക്ഷന്റെ മൂക്കും വായയും കൂടി പൊത്തിപ്പിടിച്ച് ആ തല പിരിച്ച് ഹോമകുണ്ടത്തിലിട്ടു. ആ യാഗശാലയ്ക്കും കൂടെ തീ കൊടുത്തുകൊണ്ട് നിമിഷം നേരം കൊണ്ടുക ആ പ്രകൃതി ശക്തിയോടെ മഹാദേവന് ചെന്ന് വിലയം ഭാവിച്ചു എന്നാണ്. ഇതാണ് ഈശ്വര രൂപം അല്ലെ. ഹരതി നിമേഷാൽ കാലസർവം. കാലസ്വരൂപനായിരിക്കുന്ന ഈശ്വരന് ഈ ലോകത്തിനെ മാറ്റിമറിക്കാൻ എത്ര സമയം വേണം അല്ലേ? ഒരു നിമിഷം വേണ്ട, ഒരു സെക്കൻഡ് വേണ്ട. ഉലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും. തൻ്റെ ചില്ലികൾ നനയ്ക്കാൻ മതി എന്നാണ് ഈശ്വരൻ. ആ ഒരു കാലശക്തിയെ ഭാഗവതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരിക. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമ്പ വിഗ്രഹമായിട്ടിരിക്കുന്ന ആളല്ല. ഈ പ്രപഞ്ചത്തിനെ മുഴുവനും മാറ്റിമറിക്കാൻ കഴിവുള്ള ആളാണ്. അങ്ങനെയുള്ള ആ ഈശ്വരൻ്റെ ശക്തിയെ നമുക്കവിടെ കാണിച്ചു തരികയാണ്. ഇതെല്ലാം കണ്ടോടുകൂടി ബ്രഹ്മദേവനാകെ വിഷമായി. തൻ്റെ പുത്രനല്ലേ ദക്ഷൻ, ഇത്രയൊക്കെ ചെയ്തോളൂ. ഈശ്വര നിന്ദ കൊണ്ട് എന്തായി? ചൂട് നശിച്ചു കഴിഞ്ഞിരിക്കണു. എപ്പോൾ ഈശ്വര നിന്ദ ചെയ്യണോ, ഈശ്വര വിദ്വേഷിയായിട്ട് മാറണോ, അന്ന് നമുക്കെല്ലാം നാശം വരും. എത്രമാത്രം നമ്മൾ ഈശ്വരനെ ആശ്രയിക്കണോ അത്രയും നമുക്ക് ശ്രേയസ് വന്നുകൊണ്ടേയിരിക്കും. അത് ഭാഗവതം കാണിച്ചു തരിക. ആ ബ്രഹ്മദേവൻ ദേവന്മാരെ കൂട്ടി ഇനിയിപ്പോൾ എൻ്റെ ഒരു മാർഗം, ആ അവിടെ വന്ന് നോക്കിയപ്പോൾ ദക്ഷൻ്റെ യാഗശാല മുഴുവനും കരിഞ്ഞ് കിടക്കണം. അത്ര കരിഞ്ഞ കരിക്കൊള്ളി മാത്രമേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ കിടക്കണു. ഇതങ്ങോട്ട് കണ്ടപ്പോൾ സങ്കടം തോന്നി. തൻ്റെ പുത്രൻ ഇങ്ങനെ ആയല്ലോ. ഇനി അമ്മ തല്ലിയാൽ അമ്മയെ തന്നെ കുട്ടികൾ ആശ്രയിക്കുന്നത് പോലെ മഹാദേവനല്ലേ ശിക്ഷിച്ചത്, മഹാദേവനെ തന്നെ ആശ്രയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൈലാസത്തിലേക്ക് ചെന്നു. എന്തൊരു ഭംഗിയാണ് കൈലാസത്തിൻ്റെ അവിടെ വർണ്ണിക്കണു. സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ആ മഹാദേവൻ്റെ കൈലാസ പർവ്വതം അങ്ങനെ കണ്ടുകൊണ്ട് എവിടെ നടക്കുമ്പോഴും നമഃശിവായ എന്ന മഹാമന്ത്രം അതങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കണു. അതെല്ലാം കേട്ട് ആനന്ദത്തോടു കൂടി അങ്ങനെ ചെല്ലുമ്പോൾ 10,000 യോജന വിസ്താരമുള്ള ഒരു വലിയ വടവൃക്ഷം, അതിൻ്റെ ചുവട്ടിൽ മാനും മഴുവും വരതാഭയങ്ങളും ധ്യാനിക്കിലാനന്ദമേകും സനാതനം. ആലിളയ്ക്കുത്തോരുദര പ്രദേശവും ചാലവേരോ മാളികാളികാഭംഗിയും ഭംഗ്യാ പുലുത്തോലുടുത്തോരു ശോഭയും. അതിമനോഹരമായിരിക്കുന്ന ആ മഹാദേവന്റെ രൂപങ്ങൾ കണ്ടു. ഇടത്തെ തൃപ്പാദം വലത്തെ തൃത്തുടമയിൽ കയറ്റിവെച്ച് മാനും മഴവും വരതാഭയങ്ങളുമായിട്ട് കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതിവാമഭാഗം സദാശിവം രുദ്രമനന്തരൂപം ചിദംബരേശം ഹൃദി ഭാവയാമി. ആ ചിദംബരേശ്വരനായിരിക്കുന്ന ആ ഭഗവാനെ അങ്ങോട്ട് കണ്ടു ബ്രഹ്മാദി ദേവന്മാർ. വീണ്ടും പ്രദക്ഷിണം വെച്ച് മഹാദേവന്റെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചപ്പോൾ ബ്രഹ്മദേവന് 3 ശിരസാണ്. 4 ഉണ്ടായിരുന്നു. 1 മഹാദേവൻ പണ്ട് നുള്ളിക്കളഞ്ഞു. ഇപ്പോൾ 3 ഉള്ളൂ. ആ 3 അങ്ങോട്ട് നോക്കിയപ്പോൾ 3 രൂപത്തിൽ കണ്ടു എന്നാണ്. വിദ്യാതപോയോകപതമാസ്ഥിതം തമധീശ്വരം. ഒരു ശിരസ് കൊണ്ട് നോക്കിയപ്പോൾ വിദ്യാരൂപത്തിലിരിക്കണം ഭഗവാൻ. മറ്റേ ശിരസ് കൊണ്ട്
നോക്കിയപ്പോൾ തപസ്സിൻ്റെ രൂപത്തിലിരിക്കുന്നു, മറ്റേ ശിരസ്സുകൊണ്ട് നോക്കിയപ്പോൾ യോഗമാർഗത്തിലിരിക്കുന്ന മഹാദേവനെ കണ്ടു. ഇതാണ് വിരാട് സ്വരൂപം, ഇതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ നമ്മൾ ഏത് രൂപത്തിലാണോ കാണാൻ മോഹിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരുന്നതാണ്. ഇപ്പോൾ ഭഗവാൻ ഏതാണ് രൂപം എന്ന് വെച്ചാൽ നമ്മൾ ഏത് പറയും, ഏത് രൂപത്തിലും ഭഗവാനെ കാണണമെന്ന് പറയാം. ബ്രഹ്മദേവൻ്റെ 3 ശിരസ്സുകൊണ്ട് നോക്കിയപ്പോൾ 3 രൂപത്തിൽ കണ്ടു. ബ്രഹ്മമായിട്ട് കണ്ട് ഭംഗിയായിട്ട് മഹാദേവനെ സ്തുതിച്ചു. ആ സ്തുതിയൊക്കെ കഴിഞ്ഞപ്പോൾ മഹാദേവൻ പതുക്കെ കണ്ണു തുറന്നു. കണ്ണു എന്ന് വെച്ചല്ല ബ്രഹ്മദേവനോ എന്തേ വിശേഷം എന്നാണ്. ബ്രഹ്മദേവനെ മനസ്സുകൊണ്ട് ഭഗവാൻ വന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്തേ വന്നത്, വിശേഷം എന്താ? ഒന്നും അറിയാത്ത പോലെയാണ് മഹാദേവന്, ഒന്നും അറിയാത്ത പോലെ. എന്നാൽ പിന്നെ പൂവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മഹാദേവനാണ് മുമ്പിൽ നൽകുക. എന്ത് കാരുണ്യം എന്ന് ആലോചിച്ചോളൂ അല്ലേ. അഹങ്കാരം പിടിച്ചവന് എന്തുണ്ടാവുന്നു? സർവത്ര നാശം. ഈശ്വരൻ എന്ത് ചെയ്യുന്നവന് എന്തുണ്ടാവുന്നു? മുഴുവനും നശിച്ചു പോകണമെന്ന് ഭാഗവതം നമ്മളോട് കാണിച്ചു തരിക. അപ്പോൾ ഭഗവാനെ നശിപ്പിക്കണമെന്ന് മോഹമൊന്നുമില്ല, പക്ഷേ നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളെ നശിപ്പിക്കുന്നതല്ല അല്ലേ, അല്ലാണ്ട് മറ്റൊരാളല്ല. ഈശ്വരൻ്റെ കോപമല്ല, നമ്മുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി കൊണ്ട് സകലതും നശിച്ചതായിരിക്കുന്ന ആ ദക്ഷനെ അനുഗ്രഹിക്കാൻ എന്താ മഹാദേവൻ മുമ്പിൽ നടക്കുന്നു. പിന്നാലെ എല്ലാ ദേവന്മാരും ഇവിടെ വന്ന് നോക്കിയപ്പോൾ എന്താ, തലയില്ലാത്ത ആളെ കണ്ടപ്പോൾ ഒരാടിൻ്റെ തല വെച്ച് കൊടുത്തു എന്നൊക്കെയാണ് സജ്ജനങ്ങൾ പറയുക. പക്ഷേ ഭാഗവതത്തിൽ കൂടി പറയാം അജമുഖം വെച്ചു എന്നാണ്. അജം എന്ന വാക്കിന് അനവധി അർത്ഥമുണ്ട്. അജം എന്ന് പറഞ്ഞാൽ ആട് എന്ന അർത്ഥമുണ്ട്, ബ്രഹ്മം എന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ മഹാദേവ കൊടുത്തത് എന്തായിരിക്കും? അജമുഖം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രഹ്മവിദ്യയുടെ ശിരസ് വെച്ച് കൊടുത്തു. ഏതൊരു അറിവില്ലായ്മയാണോ ഭഗവാനെ മോശമായിട്ട് കണ്ടത്, രണ്ടായിട്ട് കണ്ടത്, അത് മാറ്റിയിട്ട് അറിവിൻ്റെ ആയിരിക്കുന്ന ഒരു വിദ്യയാകുന്നൊരു ശിരസ് വെച്ച് കൊടുത്തു, നല്ല ബുദ്ധിയെ കൊടുത്തതാണ്. അതോടുകൂടി അവർ ഞങ്ങൾ എഴുന്നേറ്റു, ഭഗവാനെ ഭംഗിയായിട്ട് സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, എന്തായാലും യാഗമൊക്കെ മുഴുവനാക്കുമെന്ന് പറഞ്ഞു. യാഗം മുഴുവനാക്കി കഴിഞ്ഞപ്പോഴേക്കും ഗരുഡാരൂഢനായിട്ട് ഈ കണ്ണൻ ഈ ശ്രീലകത്ത് മിന്നുന്ന ഭഗവാൻ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷമായി. ധിയാവിശുദ്ധയാദിഥ്യു തഥാ പ്രാതുരഭൂഹരി. ഭഗവാൻ അവിടെ ഗരുഡാരൂഢനായിട്ട് എന്തൊരു ഭംഗിയ 8 കൈകളോട് കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നു എന്നാണ്. എല്ലാ ദേവന്മാരും ഭഗവാനെ വീണ് സ്തുതിച്ചു, നമസ്കരിച്ചു. ഭഗവാൻ പറഞ്ഞു, അഹം ബ്രഹ്മാച്ച സർവശ്ച ജഗത കാരണം പരം. ഞാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ടും ശിവനായിട്ടും വിഷ്ണുവായിട്ടും രുദ്രനായിട്ടും ഇന്ദ്രനായിട്ടും എന്തൊക്കെയുണ്ടോ ഈ ലോകത്തിൽ അതെല്ലാം ഞാൻ തന്നെയാണ്. നിനക്ക് എന്ത് പറ്റി? നീ രണ്ടായിട്ട് കണ്ടു. ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ വേറെ, അപ്പുറത്തെ ഒരു വിഷ്ണുവിൻ്റെ അമ്പലമില്ലേ, അത് അവിടെ നോട്ടീസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ ചെല്ലും നമ്മളല്ലേ, ഇതും അത് ഒന്നാണെന്ന് നമുക്ക് കാണാൻ പറ്റണില്ല. അത് മഹാമുനി എന്താ അങ്ങനെയല്ലേ പറഞ്ഞു, മഹാമുനി മണ്ഡലം ഇത് ഇങ്ങനെയാണ് അത്ര. ഇങ്ങനെ പലതായിട്ട് നമ്മൾ കാണില്ലേ, അതും ഇതൊക്കെ ഒന്നാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് സാധിക്കണില്ല അല്ലേ. അവിടെ ഇരിക്കുന്ന ഭഗവാൻ പ്രത്യേക പാൽപ്പായസം, ഇവിടെ ഇരിക്കുന്ന ആൾക്ക് വേറൊരു പ്രത്യേക പാൽപ്പായസം, രണ്ടുപേരും പാൽപ്പായസം വെച്ച് കിങ്ങിയിരിക്കട്ടെ എന്നാണ് നമ്മുടെ ഭാവം. അതാണ് പലതായിട്ട് നമ്മൾ കാണുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ ദോഷം. രണ്ടായിട്ട് ഒരിക്കലും ഈശ്വരനെ കാണരുതെന്നാണ്. ശിവായ വിഷ്ണുരൂപായ ശിവരൂപായ വിഷ്ണവേ ശിവസ്യ ഹൃദയം വിഷ്ണു വിഷ്ണു ഹൃദയം ശിവ. ഈ മഹാദേവൻ ആരെ ധ്യാനിച്ചിരിക്കുന്നു? ഈ ഗുരുവായൂരപ്പനെ ധ്യാനിച്ചിരിക്കുന്നു. ഈ ഗുരുവായൂരപ്പൻ ആരെയാ ധ്യാനിച്ചിരിക്കുന്നത്? അത് ചോദിക്കാനൊന്നുമില്ല, മഹാദേവനെ തന്നെ ധ്യാനിച്ചിരിക്കണമെന്നാണ്. രണ്ടില്ലാത്തൊരവസ്ഥ അല്ലേ. ഗുരുവായൂരപ്പനെ തൊഴുതു കഴിഞ്ഞാൽ ആ തൊഴിൽ പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? മമ്മൂരപ്പനെ തൊഴണം. അതിനാണ് ഭഗവതിയുടെ അവിടെ പോയിട്ട് പ്ലാവിൻ്റെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ തൊഴും. എന്തിനാപ്പോൾ പ്ലാവിനെ തൊഴണമെന്ന് അറിയില്ല, അപ്പോൾ ആർക്കും അറിയില്ല എന്തിനാന്നൊക്കെ. അപ്പോൾ മമ്മിയൂർ പോയില്ലെങ്കിലും ആ സ്മൃതി ഉണ്ടായാൽ മതി. കാരണം എന്തുകൊണ്ടാണ്? ഗുരുവായൂരപ്പൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മിയൂരപ്പനെയാണ്. ഇനി അവിടെ ചെന്ന് മമ്മിയൂരപ്പൻ നമ്മളെ ഒന്നല്ല നോക്കിയിരിക്കുക, ഗുരുവായൂരപ്പനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ശിവസ്യ ഹൃദയം വിഷ്ണു വിഷ്ണുവച്ച ഹൃദയം ശിവ. വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ശിവനും ശിവൻ്റെ ഹൃദയത്തിൽ വിഷ്ണുവാണ്. അപ്പോൾ നടക്കെ ചെന്നിട്ട് നമശിവായ 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 കുറച്ച് നേരം ജപിച്ചു. കിട്ടണം ഗുരുവായൂരപ്പ അറിയാണ്ട് നമശിവായ ജപിച്ചു പോയതാണ്. നാരായണ നാരായണ അങ്ങനെ ജപിക്കേണ്ടതില്ല എന്നാണ്. കാരണം എന്താ? നമശിവായ എന്ന് ജപിച്ചാലും നാരായണ എന്ന് ജപിച്ചാലും ഒക്കെ അവിടെ നിന്നാണ് അല്ലേ. അമ്മേ നാരായണ എന്ന് വിളിച്ചാലും മഹാഗണപതി എന്ന് വിളിച്ചാലും ഒക്കെ അകത്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഏതും വിളിക്കാം, ഏത് നാമവും അവിടെ ചെല്ലാം. അതുകൊണ്ടാണ് അനന്തകോടി നാമങ്ങൾ, അതിലേതെങ്കിലും ഒന്ന് ജപിച്ചാൽ മതി എന്നാണ്. ഇങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ വിതുരൻ ചോദിച്ചു, ആ സതിയുടെ കാര്യം എന്താ എന്ന് ചോദിച്ചു. പറഞ്ഞു, സതി പിന്നീട് മേനകയുടെയും ഹിമവാന്റെയും പുത്രിയായിട്ട് പാർവതിയായിട്ട് അവതരിച്ചു. പാർവതിയായി എന്ന് പറഞ്ഞ് മഹാദേവൻ എന്ന് വിളിച്ചുകൊണ്ട് വരുമോ? അതൊന്നും ഉണ്ടാവില്ല. ആ പാർവതി എത്രയോ കാലം
പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് മഹാദേവനെ തപം ചെയ്തെന്നറിയോ? എന്തിനോ അവിടെ നിന്ന് ചാടി പോകുന്നതല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഭഗവാൻ നല്ല വിരാഗിയാണ്. അതുകൊണ്ട് അങ്ങനെ കുറേ കാലം കഠിനമായിരിക്കുന്ന തപസ് ചെയ്തു മഹാദേവൻ്റെ അടുത്തേക്ക് എത്താൻ. അവസാനം ദേവന്മാരൊക്കെ പാടെ പറഞ്ഞു, മഹാദേവ ഒന്ന് ആ പാർവതിയെ കൊണ്ടുവരായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് വേണ്ട സാധനം, എന്നെ ഇട്ടിട്ട് പോയതല്ലേ, അച്ഛൻ നടന്നെ യാഗം എന്ന് കേട്ടപ്പോഴേക്കും എന്നെ വിട്ടിട്ട് പോയതല്ലേ, അത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അത്ര വീണ്ടും വീണ്ടും ദേവന്മാരും ഋഷിമാരും ഒക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു വൃദ്ധ ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് പാർവതിയുടെ അടുത്ത് ചെന്നു, നീ ആരെ പോയി ധ്യാനിക്കണത്, ആ മഹാദേവൻ എന്ത് ഗുണമുള്ളത് എന്നൊക്കെ പറഞ്ഞ് മഹാദേവനെ കുറ്റമൊക്കെ പറഞ്ഞു. അത്ര അപ്പോൾ പറഞ്ഞു, എന്തെല്ലാം കുറ്റമുണ്ടെങ്കിലും എൻ്റെ ഭഗവാൻ മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു. ഉറപ്പാണെന്ന് ചോദിച്ചു. ഉറപ്പാണെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞ് ആ കൈ പിടിച്ച് കൊണ്ടുപോയി. ഇപ്പം എന്തായെന്നറിയോ? പാർവതീ ദേവിയെ കൂടെ സ്മരിക്കണം സർവകാലം മഹാദേവന്റെ സന്നിധൗ ദന്തിവദനനും താരകാരാദിയും അന്തികെ മേവുന്ന ദേവവൃന്ദങ്ങളും ഭൂതഗണങ്ങളും പോറ്റിതൻ കൂട്ടണം ചേതസി വന്നു വിളങ്ങണമെപ്പോഴും. ഇപ്പം ആരുണ്ട് ഭഗവാന്റെ കൂടെ? പാർവതി സദാസമയത്തുണ്ടാവും. അതുകൊണ്ട് നമ്മ പാർവതീപതേ എന്ന് വിളിക്കുന്നപ്പോൾ മഹാദേവാന്ന് മാത്രം വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കില്ല. പാർവതി ഇല്ലാണ്ട് മഹാദേവനില്ല, മഹാദേവനില്ലെങ്കിൽ പാർവതി ഇല്ല. എവിടെ ശിവനുണ്ടാവും അവിടെ പാർവതി ഉണ്ടാവും, എവിടെ ഭഗവതി ഉണ്ടാവും അവിടെ ആരുണ്ടാവും? അവിടെ മഹാദേവൻ ഉണ്ടാവും അല്ലേ? ഇവിടെ ഇപ്പുണ്ട് ഭഗവതി. ഇപ്പോൾ ഭഗവതിയോട് ചോദിച്ചാൽ മതി, മഹാദേവൻ ഇവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നു എന്ന് പറയും. പകുതി അങ്ങോട്ട് പുറത്തേക്കാണ് പാർവതി അല്ലേ? അപ്പോൾ തൻ്റെ പാതിയാണ്, പകുതിയാണ്, തൻ്റെ ബുദ്ധിയാണ്, തൻ്റെ എല്ലാമാണ്. ആ പാർവതി പരമേശ്വരന്മാരെ ധ്യാനിക്കാണ്ടിരുന്നാൽ ആ ദിവസമേ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരിക്കലും ആ അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും സദാസമയത്തും നമ്മളെ രക്ഷിച്ചുകൊണ്ട് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ആ പാർവതി പരമേശ്വരന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും അതിനെ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകടനം പറഞ്ഞ് അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് ഇത്തിരി കൂടെ വൃഷഭാവതാരം വായിച്ചിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക്